ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ അടിപൊളി സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേട്ടാലോ. അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. അജിത്ത്, കേട്ടില്ലേ? രണ്ടിൻ്റെയും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാളത്തെ പൂജയ്ക്ക് നകുൽ ഇങ്ങോട്ടേക്ക് വരുന്നില്ല പോലും. അവന് ലീവാണ് 3 ദിവസം, എന്നിട്ടും വരുന്നില്ല. ഈ പെണ്ണാണെങ്കിൽ അവനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് പറയുന്നത് കണ്ടില്ലേ? എന്താ നിമിഷ മോളെ, നിന്റെ ഏട്ടനല്ലേ അവൻ? നിമിഷ ബെഡിൽ ചാരിയിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിന്നും എണീറ്റ് സ്റ്റഡി റൂമിലേക്ക് നടന്നു. അവിടെ തന്നെയാണ് നകുലിൻ്റെ ടേബിളും ഇട്ടിരിക്കുന്നത്. അവൻ്റെ ഫോട്ടോ ആ മഞ്ഞ നിറത്തിലുള്ള സ്റ്റഡി ടേബിളിൻ്റെ മേലെ വെച്ചെടുത്ത് നിന്നും ഒരേറ് കൊടുത്തു. നേരെ പിങ്ക് നിറമുള്ള ബെഡ്ഷീറ്റ് വിരിച്ച ബെഡിലേക്കാണ് അത് വീണത്. അവൾക്ക് ചെറുതായി കരച്ചിലും വരുന്നുണ്ടായിരുന്നു. മുഖം ടേബിളിൽ പൂഴ്ത്തിക്കൊണ്ട് അവൾ പതിയെ തേങ്ങി. കണ്ണുകൾ ഇറുകി അടച്ചതും നകുലൻ്റെ ചിരിച്ച മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഇരുവരും സ്നേഹം പങ്കുവെച്ച് കെട്ടിപ്പിടിച്ചതും അവളുടെ മനസ്സിൽ വന്നപ്പോൾ അവൾ എണീറ്റുകൊണ്ട് അവൻ്റെ ഫോട്ടോയെ കൈയെത്തിച്ച് എന്നിട്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, "തെമ്മാടി, ഇങ്ങോട്ട് വാടാ നീ, ഞാനെങ്ങും മിണ്ടില്ല നിന്നോടിനി." സ്നേഹ ഒന്നുകൂടെ നകുലിനെ വിളിച്ചു. ഇത്തവണ അവൻ്റെ ഫോൺ അങ്ങേത്തലയ്ക്കൽ അവനെടുത്തു. "എന്താ അമ്മേ?" "എടാ ചെറുക്ക, നീ എവിടെ പോയിരിക്കുക?" "ഗ്രൗണ്ടിൽ നിന്ന് വന്നേ ഉള്ളമ്മ." "നിമിഷയോട് നിനക്ക് എന്താടാ?" "എനിക്കെന്ത്? അവളല്ലേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതും മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതും." "ശരി, നീ നാളെ കാലത്തിങ്ങെത്തിക്കോണം. ചിങ്ങഞ്ചിറയ്ക്ക് പോകാനുള്ളതാ. വല്യച്ഛനും ചെറിയച്ഛനും മക്കളും എല്ലാവരുമുണ്ട്. നീ മാത്രം ഇല്ലാത്തതുള്ളൂ." "അത് ഞാനില്ല, എനിക്ക് നാളെ മാച്ചുള്ളതാ." "ഓ പിന്നെ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കും നകുൽ. ദേ, ഞാൻ അച്ഛനോട് കൊടുക്കാം." നകുൽ കുടുങ്ങിയല്ലോ നാഥ എന്ന മട്ടിൽ തലയിൽ കൈവച്ചു. "എന്താടാ, നീ വല്ലതും കഴിച്ചോ?" അങ്ങേ തലയ്ക്കൽ കടുപ്പിച്ച ഒരു ശബ്ദം. "ഒന്ന് വേഗം ഫ്രഷായിട്ട് ചായ കുടിക്കാൻ പോണോ അച്ഛാ?" "ഇന്ന് രാത്രിയുള്ള ബസ്സിന് വന്നോണം." "അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട." "വരാം." നകുലിൻ്റെ ഉള്ളിൽ അച്ഛനോട് നല്ല പേടിയുണ്ട്. അമ്മയാണ് അവൻ്റെ കൂട്ട്. ലാളിച്ചും കൊഞ്ചിച്ചും അവനെ വഷളാക്കി എന്ന് വേണം പറയാൻ. പക്ഷേ നിമിഷ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല കുട്ടി എന്ന് വെച്ചാൽ പഠിക്കാനും മിടുക്കി, നൃത്തം ചെയ്യാനും അറിയാം. ഇപ്പോൾ ബീഫാമിന് ചേർന്നിട്ടേ ഉള്ളൂ. നകുലൻ്റെ അച്ഛൻ അജിത്ത് അവനെ ഷട്ടിൽ കളിക്കാനും പഠിപ്പിച്ചിരുന്നു. പിന്നെ മാച്ചൊക്കെ അവൻ്റെ ഒപ്പം ഇരുന്ന് കാണാറുമുണ്ട്. അങ്ങനെയാണ് അവന് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടായത്. പക്ഷേ നിമിഷയ്ക്കാണ് ഷട്ടിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടം. രണ്ടാളും അച്ഛൻ വാങ്ങിക്കൊടുത്ത വെസ്പയിൽ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അവൻ ഫുട്ബോളും അവൾ ഷട്ടിലും കളിക്കുന്നത് പതിവാണ്. നിമിഷയ്ക്കും നകുലിനും 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് 18ഉം 19ഉം പ്രായം. ചോര തിളയ്ക്കുന്ന ഈ പ്രായത്തിൽ കുരുത്തക്കേട് കാണിക്കാൻ കൊതിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിമിഷയ്ക്കും നകുലിനും കോളേജിലും സ്കൂളിലും ആരോടും പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നത് കൊണ്ടാവണം. രണ്ടാളുടെയും കണ്ണിൽ പെർഫെക്റ്റ് ഏട്ടനും അനിയത്തിയും തന്നെയായിരുന്നു. അജിത്ത് തൃശ്ശൂർ ടൗണിലെ ബിൽഡറാണ്. സ്നേഹ അഡ്വക്കേറ്റും. അവരുടെ 2 നില വീട്ടിൽ താഴെയും മുകളിലുമായി ധാരാളം മുറികളുണ്ട്. എങ്കിലും ചെറുപ്പം മുതലേ നിമിഷയും നകുലും ഒരു മുറിയിലായിരുന്നു പഠിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണത്. നകുൽ ചായ മോന്തുന്നതിനിടെ നിമിഷയെ ഒന്നുകൂടെ വിളിച്ചു. അവൾ എടുത്തില്ല. എല്ലാ ആഴ്ചയും അനിയത്തിയെ കാണാൻ വരുന്നവനാണ്. ഇപ്പോൾ ദേ ആഴ്ച 3 ഹോസ്റ്റലിൽ തന്നെ. ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് അത്ര ദൂരമൊന്നുമില്ല. രാത്രി ട്രെയിൻ കയറിയാൽ രാവിലെ എത്താം. നകുൽ ബസ്സിൻ്റെ സമയം നോക്കി. അത്യാവശ്യം സാധനങ്ങൾ വാരി ബാഗും പാക്ക് ചെയ്ത് ഫ്രണ്ട്സിനോട് യാത്ര പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. തിങ്കളാഴ്ച ലീവാണ്. ചൊവ്വയും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നവൻ മനസ്സിൽ പറഞ്ഞു. ടിക്കറ്റ് മൊബൈൽ ഉപയോഗിച്ച് അവൻ ബുക്ക് ചെയ്തിരുന്നു. ബസ്സിൽ ജനലോലം ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ
നിമിഷയുടെ മനസ്സിൽ എന്താണെന്നറിയാതെ കുഴഞ്ഞു. ശരിയാ, പെണ്ണിൻ്റെ മനസ്സ് തുറക്കാൻ പെണ്ണ് തന്നെ വിചാരിക്കണം. എന്നാലും അവളുടെ നെറ്റിയിലും കവിളത്തും ഒരുപാട് ഉമ്മകൾ കൊടുത്തിട്ടുണ്ട്. അമ്മയും അച്ഛനും ഇരുവരെയും 2 മുറിയിൽ ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് സ്വയം ഇണക്കുരുവികളെ പോലെയാണ് തോന്നുന്നത്. പ്രായപൂർത്തിയായിട്ടും നകുലിനോ നിമിഷയ്ക്കോ ഒരുപാട് സ്വാതന്ത്ര്യമെടുത്തുള്ള പെരുമാറ്റത്തിലോ ഒന്നും തെറ്റായൊന്നുമില്ലായിരുന്നു. അവരുടെ സ്നേഹം അത്രയും പവിത്രവുമായിരുന്നു. കണ്ണ് തുറന്ന് നകുൽ നോക്കുമ്പോൾ ബസ് തൃശ്ശൂർ ടൗൺ എത്തിയിരിക്കുന്നു. ബാഗുമെടുത്ത് പുറത്തിറങ്ങിയതും അച്ഛൻ്റെ വോക്സ് വാഗൻ ജെറ്റയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സിഗരറ്റ് സ്റ്റൈലായിട്ട് വലിച്ചു പുക വിടുന്നുണ്ട് ആശാൻ. നകുലിന് വലിക്കണമെന്നൊക്കെയുണ്ട് ഉള്ളിൽ. പക്ഷേ തുടങ്ങാമെന്ന് വെച്ചാൽ നിമിഷ സമ്മതിക്കില്ല. അവളോട് ചെയ്ത പ്രോമിസ് അവൾ അടുത്തില്ലെങ്കിൽ പോലും തെറ്റിക്കാൻ അവന് തോന്നാറില്ല. ഈ ബസ്സിന് എത്രയാടാ ചാർജൊക്കെ? 2000 ആവുമോ അച്ഛാ? കൂടുതലാണോ? ഓണം വിഷു വെക്കേഷൻ ആവുമ്പോൾ ഇതിലും കൂടും. കയറിക്കോ, പോകാം. ഞാൻ ഓടിക്കട്ടെ? വേണ്ട, ഇന്നിപ്പോൾ സാറ് വേഗം കയറാൻ നോക്ക്. കയറിയല്ലോ. നകുൽ ബാഗ് പിൻസീറ്റിലേക്കിട്ട് മുന്നിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ചെറിയച്ഛനും പിള്ളേരുമൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ടടാ, അവരെത്തിയിട്ട് 2-3 ദിവസമായി. വീട്ടിലെത്തിയപ്പോഴും നിമിഷയെ അവൻ കണ്ടതേയില്ല. വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നും ജീപ്പിലാണ് ചിങ്ങഞ്ചിറ പോകുന്നത്. ആയതിനാൽ അവളും അമ്മയും കുളിച്ച ശേഷം അവിടെ ചെന്ന് കാണും. നകുൽ വേഗം കുളിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വല്യച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു. വേഷം മുണ്ടും ഷർട്ടുമായിരുന്നു. അവൻ്റെ മുണ്ടും ഷർട്ടും അമ്മ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ നിമിഷയായിരുന്നു അയൺ ചെയ്തു കൊടുത്തതും. പട്ടുപാവാടയിലായിരുന്നു പെൺപട മുഴുവനും. വല്യച്ഛൻ്റെ 2 പെൺമക്കൾ അനന്തികയും അപർണയും, ചെറിയച്ഛൻ്റെ ഇളയ മകൾ മിഥുവും എല്ലാവരും. നീ ഇപ്പോഴാണോ വരുന്നേ? ഇപ്പോൾ വീടെത്തി കുളിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. വലിയ മുറ്റത്ത് വിശാലമായി കിടക്കുന്ന 3 ജീപ്പുകളിലേക്ക് ഓരോരുത്തരും കയറുമ്പോൾ നകുൽ നിമിഷയെ നോക്കിക്കൊണ്ടിരുന്നു. കരികൂവള മിഴികൾ, അല്പം മലർന്ന കീഴ്ചുണ്ടടങ്ങുന്ന ചുവന്ന തുടുത്ത അതരങ്ങൾ, കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള മുഖം, ഇടതൂർന്ന മുടിയും ഒതുങ്ങിയ അരക്കെട്ടും, നെറ്റിയിൽ ഇലക്കുറി. അതാണ് നിമിഷ. ആ കുപ്പിവളകളോടും കൈകളോടും അവന് പ്രേമം തോന്നി. വെണ്ണ തോൽക്കും കണങ്കാൽ, ചെറുചെമ്പൻ രോമരാജികളുണ്ടെന്ന് നകുലിന് നന്നായിട്ടറിയാം. പാദത്തിനോട് ചേർന്ന സ്വർണ്ണപാദസ്വരം. അനിയത്തിയുടെ ആ വശ്യ സൗന്ദര്യത്തിൽ നകുൽ ലയിച്ചുപോയി. ഒരുപാട് നാളെയായി അവളെ ഒരു പട്ടുപാവാടയിലൊക്കെ കണ്ടിട്ട്. കഴിഞ്ഞ വിഷുവേലയ്ക്ക് പോലും അവൾ പുളിയിലക്കര സാരിയിലായിരുന്നു. എന്തുടുത്താലും ചേരുന്നതാണ് അവളുടെ ഈ സ്ട്രെച്ചർ. ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൾ പക്ഷേ ഏട്ടനെ മൈൻഡ് ചെയ്തതേയില്ല. പെൺകുട്ടികളെല്ലാവരും അതിരാവിലെയുള്ള തേച്ചുകുളിയുടെ കുറിച്ച് പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. അപർണ നകുലിനോട് ഹായ് പറഞ്ഞപ്പോൾ അവനും ഹായ് പറഞ്ഞു. അപർണ അങ്ങോട്ടേക്ക് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിമിഷ പോവാൻ നേരെ അപർണയും നിമിഷയും കൂടെ അപർണയ്ക്ക് മൂത്രം ഒഴിക്കണം എറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വീണ്ടും കയറിപ്പോയി. നിമിഷ തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നഴക് അവനെ ഹരം കൊള്ളിച്ചു. എടാ, നീ വരുന്നില്ലേ? കേറടാ നകുലേ എന്ന് ചെറിയച്ഛൻ ബഹളം വെച്ചപ്പോൾ അവസാനത്തെ ജീപ്പിൻ്റെ പിറകിലേക്ക് നകുലും വേഗം കയറി. കഷ്ടിച്ചിരിക്കാനുള്ള സീറ്റേ ഉള്ളൂ അതിൽ. അകന്ന ബന്ധത്തിലുള്ളവരും പൂജയ്ക്ക് എത്തിയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം അപർണയും നിമിഷയും വന്നപ്പോൾ ആദ്യത്തെ 2 ജീപ്പ് പുറപ്പെട്ടിരുന്നു, നേരം വൈകിയെന്നും പറഞ്ഞ്. പിന്നെ അവസാനം മുറ്റത്തുള്ള ജീപ്പിൽ മുഴുവനും ആള് നിറഞ്ഞിരുന്നു. 1-2 പേർ ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിൽക്കുന്നുമുണ്ട്. അയ്യോ, എനിക്ക് സീറ്റില്ലേ? ഞാനെങ്ങും വരുന്നില്ല. അപർണ കാറി. നീ വാ, മടിയിലിരിക്കാം.
ചെറിയച്ഛൻ അവളെ മടിയിലിരിക്കാൻ വിളിച്ചതും അപർണ ജീപ്പിലേക്ക് പിടിച്ചു കയറി. എന്നിട്ടവൾ അച്ഛൻ്റെ മടിയിലിരുന്നു. എടി, നീ എന്താ വരുന്നില്ലേ? അമ്മാന്തിച്ചുള്ള നിൽപ്പ് തുടരുമ്പോൾ അപർണ നകുലിനെയും നിമിഷയെയും മാറി മാറി നോക്കി പറഞ്ഞു. എടി, നീ നകുലിൻ്റെ മടിയിലിരുന്നോ? പണി പാലും വെള്ളത്തിൽ കിട്ടിയ പോലെയായി നിമിഷയുടെ അവസ്ഥ. അമ്മയും അച്ഛനുമൊക്കെ മുന്നിലെ ജീപ്പിൽ പോയിരിക്കുന്നു. ഇതിപ്പോൾ കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾ ആരെല്ലാമോ ആണ് ജീപ്പിൽ. പോകാതെ ഇരിക്കാനും വയ്യ. നഖം കടിച്ചുകൊണ്ട് നിമിഷ ഒരു നിമിഷം നിന്നു. നകുലാവട്ടെ ചെറിയൊരു ചിരിയോടെ നിമിഷയെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ പേരിലാണ് ഇത്തവണത്തെ പൂജ. ജാതകദോഷത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയാണെന്ന് അമ്മയും അച്ഛനും പറഞ്ഞതോർത്തുപോയി. മറ്റു പോംവഴിയില്ലാതെ നിമിഷ ജീപ്പിനടുത്തേക്ക് നടന്നു. നകുലാവട്ടെ അവളെ നോക്കി ചിരിക്കാതെ ഇരിക്കാൻ ശ്രമിച്ചു. അവളുടെ സ്വഭാവം നല്ല പോലെ അവനറിയാം. അവളെ നോക്കി ചിരിച്ചാൽ ഉറപ്പാണ് അവൾ കളിയാക്കുന്ന പോലെ അതെടുക്കുള്ളൂ എന്ന്. പനങ്കുല പോലുള്ള ഈറം മുടി അവൾ മുന്നിലേക്കിട്ടു. നകുലിനെ നോക്കാതെ തന്നെ അവൻ്റെ മടിയിലേക്കിരിക്കുമ്പോൾ അപർണ നകുലിനെ നോക്കി ചിരിച്ചു. മറ്റൊന്നുമല്ല, രണ്ടാളും ത്രികോണ വടിവിൽ തെറ്റിയിരിക്കുന്നത് അവൾക്കും അറിയാം. എടോ പാണ്ടി ഡ്രൈവറെ, വണ്ടി എടുക്കടോ. എല്ലാവരും കയറിയോ? ആ, കയറി. ജീപ്പ് സ്റ്റാർട്ടായി. ഡ്രൈവർ ഒരു തമിഴനായിരുന്നു. ജീപ്പിൽ നിന്നും തമിഴ് പാട്ടുകൾ ഓരോന്നായി പാടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു പാട്ട് വന്നപ്പോൾ അപർണയ്ക്ക് ചിരി അടക്കാനായില്ല. താമരപ്പൂക്കം തന്നിക്ക് നിനക്ക് സമ്പായ വന്നതില്ല എന്നായിരുന്നു പഴയൊരു റിട്രോ സോങ്. പക്ഷെ അതിൻ്റെ അർത്ഥം അപർണ ചിരിച്ചപ്പോഴാണ് നകുലിന് നിമിഷയ്ക്ക് മനസ്സിലാവത്. നിമിഷയാകട്ടെ അപർണയെ ഒരു നുള്ളു കൊടുത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അവൾ കുറേ നേരമായി കണ്ണുകൊണ്ട് ഓരോ ആംഗ്യം കാണിച്ചും ചിരിച്ചും നിമിഷയെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ജീപ്പ് മെയിൻ റോഡിൽ നിന്നും ഉരുളൻ കല്ലുള്ള വീതി കുറഞ്ഞ റോഡിലേക്ക് കയറി. ഇനി അങ്ങോട്ട് ജീപ്പ് പതിയെ പോകുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും എടുക്കും ചിങ്ങഞ്ചിറ എത്താൻ. ഒരു മലയടിവാരത്തിലാണ് ആ അമ്പലം. നിറയെ ആൽമരങ്ങൾ, അതിനു ചുറ്റും ഒരു പ്രതിഷ്ഠ. അതാണ് ചിങ്ങഞ്ചിറ. നിമിഷ അവൻ്റെ മടിയിൽ നിന്നും ജീപ്പിൻ്റെ കുലുക്കത്തിനനുസരിച്ച് ഉയർന്നു പൊങ്ങിത്താന്നു. അവളെ തോളിൽ പിടിച്ചമർത്തിക്കൊണ്ട് നകുൽ അവളെ ബലമായി ഇരുത്തുമ്പോൾ അപർണ അത് കണ്ട് ചിരിച്ചു. നകുൽ എന്നെ തൊടണ്ട. ഭദ്രകാളിയുടെ ആ നോട്ടത്തിൽ നകുലിൻ്റെ ഉള്ളു പിടഞ്ഞു. പിന്നെ നീ തെറിച്ചു പോവില്ലേ? തലമുട്ടും പെണ്ണെ കമ്പിയിൽ. എന്തിനാ എൻ്റെ മുത്തേ എന്നോടുത്ത ദേഷ്യം? നിമിഷയുടെ ചെവിയിൽ പതിയൊന്ന് മുഴിഞ്ഞു. ഒന്നുമില്ല. പറയടാ, നമുക്കിടയിൽ എന്തിനാ? കണ്ടില്ലേ എല്ലാവരും കളിയാക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ എന്നെ കൊന്നോ നീയെ? അവൾ തുറിച്ചു പിടിച്ചൊരു നോട്ടം നോക്കി. നകുൽ മുല്ലപ്പൂ ചൂടിയ സർവാംഗ വിഭൂഷിതയായ പെണ്ണിൻ്റെ നറുമണം മൂക്കിലേക്ക് തുളച്ചു കയറുന്നത് ആസ്വദിച്ചിരുന്നു. ഇന്നെന്താ നല്ല മണം? അയ്യടാ, കൊഞ്ചണ്ട. കൊഞ്ചുന്നില്ല. നകുലൻ്റെ കൈകൾ നിമിഷയുടെ കൈകളിലെ അവളുടെ വളകളെ തൊട്ടുഴിഞ്ഞു. നകുൽ അവളുടെ കാതിൽ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു, പിണക്കം മാറിയോ എൻ്റെ മുത്തിന്? ഇല്ല. ഇതിനുള്ള മറുപടി വൈകിട്ട് ഞാൻ പറയാം. നിമിഷ കലിപ്പോടെ നകുലിനെ നോക്കുക മാത്രം ചെയ്തു. പക്ഷേ ഏട്ടനോട് ചേർന്നിരിക്കുമ്പോൾ അവളുടെ ദേഷ്യത്തിൻ്റെ കാഠിന്യം അല്പാൽപമായി കുറയുകയായിരുന്നു. അവളുടെ നീരസത്തിൻ്റെ കാരണമറിയാൻ ഇനി രാത്രി വരെ കാത്താൽ മതിയല്ലോ എന്നോർത്തപ്പോൾ നകുലിൻ്റെ ഉള്ളിൽ മഞ്ഞുള്ള ഇളം കാറ്റ് താനേ വീശുകയായിരുന്നു. ചെവിയിൽ ഇക്കിളിപ്പെടുത്തുന്ന കുസൃതി നകുലിൻ്റെ ഇഷ്ടവിനോദമാണ്. നിമിഷയ്ക്കും അതൊരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഏട്ടന് മാത്രം അവകാശവും അധികാരവുമുള്ള തന്നെ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചാരിയിരിക്കുമ്പോൾ അപർണയ്ക്ക് സംശയമൊന്നും തോന്നിയതേയില്ല. അധികം താമസിയാതെ ജീപ്പ് കിതച്ചുകൊണ്ട് നിന്നതും നിമിഷ എണീറ്റുകൊണ്ട് ജീപ്പിൽ നിന്നും ഇറങ്ങി.